മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ക്രെഡിറ്റിംഗ് പാർട്ടിലെ നെക്സ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പോയട്രീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷനിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ചിട്ടും പോയട്രി എങ്ങനെ അദ്ദേഹത്തെ സഹായിച്ചു എന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നോക്കാം. To begin with, I wanted the truth to life to possess a concrete reliability and rejoiced most when the poem seemed most direct. സോ ഇവിടെ പോയട്രീനെ കുറിച്ചാണ് പറയുന്നത്. തുടക്കം എന്നാണോ അദ്ദേഹം പറയുകയാണ്, ഐ വോണ്ടഡ് ദ ട്രൂത്ത് ടു ലൈഫ്, ജീവിതത്തിലൊരു സത്യം വേണമായിരുന്നു, ജീവിതത്തോട് സത്യം വേണമായിരുന്നു. ടു പോസസ് എ കോൺക്രീറ്റ് റിലയബിലിറ്റി, ഒരു വിശ്വാസ്യത വേണമായിരുന്നു. ആൻഡ് റിജോയ്സ്ഡ് മോസ്റ്റ് വെൻ, അതൊക്കെ സാധ്യമായത്, ആസ്വദിച്ചത് എപ്പോഴാണ്, പോവം വന്നപ്പോഴാണ്. സീംഡ് മോസ്റ്റ് ഡയറക്റ്റ്, അത് കുറച്ചും കൂടെ ഡയറക്റ്റായിട്ട് തോന്നി. ആൻഡ് അപ്പ് ഫ്രണ്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തെ എങ്ങനെയാണോ അതേപോലെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുക. ഇറ്റ് സ്റ്റുഡ് ഇൻ ഫോർ ഓർ സ്റ്റുഡ് അപ്പ് ഫോർ ഓർ സ്റ്റുഡ് ഇറ്റ്സ് ഗ്രൗണ്ട് എഗെയിൻസ്റ്റ്, ലോകത്തിനെതിരെ എന്താ പറയുക, വേൾഡിൽ മോശം കാര്യങ്ങളാണെങ്കിൽ അതിനെ എതിർത്ത് അതിനെതിരായിട്ട് നിൽക്കാനും നമുക്ക് എന്തിലൂടെ സാധിച്ചു, പോവത്തിലൂടെ എഴുതി കാണിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയാണ്. ഈവൺ ആസ് എ സ്കൂൾ ബോയ്, അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഇഷ്ടപ്പെട്ട കുറച്ച് പോയിറ്റ്സ്, ചെറുപ്പത്തിലൊക്കെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ സ്കൂൾ ഡേയ്സിലൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറച്ച് പോയിറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഈവൺ ആസ് എ സ്കൂൾ ബോയ്, പഠിക്കുന്ന കാലത്ത് ഐ ലവ്ഡ് ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സിൻ്റെ നമുക്കറിയാം ഫേമസ് റൊമാൻറ്റിക് പോയിറ്റാണ് ജോൺ കീറ്റ്സ്. അദ്ദേഹത്തിൻ്റെ ഓഡ് ടു ഓട്ടം വളരെ ഇഷ്ടമായിരുന്നു എന്ന് പറയാണ്. ഫോർ ബീയിങ് എൻ ആർക്ക് ഓഫ് കോവിനൻറ്റ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സെൻസേഷൻ, അതൊരു ഇതായിരുന്നു കാണിച്ചിരുന്നത്, ഭാഷയും സെൻസസും തമ്മിലുള്ള ഒരു ബന്ധം. ആസ് ആൻ അഡോൾസെൻ്റ്, പിന്നെ അദ്ദേഹം വളർന്നപ്പോൾ, അദ്ദേഹം അഡോൾസെൻ്റ് ഏജിലെത്തിയപ്പോൾ ഐ ലവ്ഡ് ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് ഫോർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഹിസ് എക്സ്ക്ലമേഷൻസ് വിച്ച് വർ ഓൾസോ equations for a rapture then and an ache I don't fully. ഇപ്പോൾ രണ്ടാമത് ആരെ കുറിച്ചാണ് പറയുന്നത്, രണ്ടാമത് ഹോപ്കിൻസിനെ കുറിച്ചാണ് പറയുന്നത്, ജെ.എം. ഹോപ്കിൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഹോപ്കിൻസിൻ്റെ വർക്കുകൾ ഇഷ്ടമായിരുന്നു എന്ന് പറയാണ്. കാരണം അതിൽ എന്ത് കൂടുതലുണ്ടായിരുന്നു, എക്സ്ക്ലമേഷൻസ്, ആശ്ചര്യങ്ങൾ കൂടുതലുണ്ടായിരുന്നു എന്ന് പറയാണ്. അതുപോലെ റാപ്ചർ, എയ്ക്കിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ആയിരുന്നു. ഐ ഡിഡൻറ്റ് ഫുള്ളി നോ, അന്നൊന്നും ഫുള്ളായിട്ട് അറിയില്ല. ഐ ന്യൂ അൺടിൽ ഐ റീഡ് ഹിം, വായിച്ച് തുടങ്ങിയപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായെന്ന് പറയണം. പിന്നെ ഇഷ്ടപ്പെട്ടത് എന്താ, ഐ ലവ്ഡ്, ആരാണ്, ഷീമസീനി കേട്ടോ. ഐ ലവ്ഡ് റോബർട്ട് ഫ്രോസ്റ്റ് ഫോർ ഹിസ് ഫാമേഴ്സ് ആക്യുറസി. നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള പോയിൻ്റാണ് റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആക്യുറസിനെ കുറിച്ചിട്ട് അറിയാനായിട്ട് പറ്റും. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആക്യുറസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റ് ഹിസ് ഫാമേഴ്സ് ആക്യുറസി ആൻഡ് ഹിസ് വിലി ഡൗൺ ടു എർത്ത്നെസ്. സോ അദ്ദേഹത്തിൻ്റെ ആക്യുറസി വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, അദ്ദേഹം വളരെ ഡൗൺ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അതായത് വളരെ വിനയത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു എർത്ത്നെസ്സും റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ആർക്കും ഇഷ്ടമായിരുന്നു, ഷീമസീനിക്ക് ഇഷ്ടമായിരുന്നു. ആൻഡ് ചോസർ ടു, ഇനി ആരെക്കുറിച്ച് പറയുന്നത്, ജെഫ്രി ചോസറിനെ കുറിച്ചാണ്. ഫോർ മച്ച് ദി സെയിം റീസൺ, ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ചോസറിനെ ഇഷ്ടമായിരുന്നു. ലേറ്റർ ഓൺ, പിന്നീട് ഐ വുഡ് ഫൈൻഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്യുറസി, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്യുറസി, ഒരു കൃത്യത അദ്ദേഹത്തിന് തോന്നി. എ മോറൽ ഡൗൺ ടു എർത്ത്, വളരെ വിനയമായിട്ടുള്ള രീതി. ടു വിച്ച് ഐ റെസ്പോണ്ടഡ് ഡീപ്ലി, അതിനോട് ഞാൻ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. ആൻഡ് ഓൾവേസ് വിൽ, എൻ്റെ ആഗ്രഹം പോലെ. അതാരില്ലായിരുന്നു, ഇൻ ദ വാർ പോയട്രി ഓഫ്, യുദ്ധ കവിതകൾ എഴുതിയിരുന്ന വിൽഫ്രഡ് ഓവൻ ആയിരുന്നു. അത് ആരായിരുന്നു, വിൽഫ്രഡ് ഓവൻ. ആ പോയട്രി എങ്ങനെയുള്ള കവിതയായിരുന്നു, വെർ എ ന്യൂ ടെസ്റ്റമെൻറ്റ് സെൻസിബിലിറ്റി സഫേഴ്സ്, അതായത് ഇപ്പോൾ ക്രിസ്ത്യനായിട്ടുള്ള പള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ന്യൂ ടെസ്റ്റമെൻ്റൊക്കെ പറയുന്നത് ബൈബിള്, അതിൽ പല കാര്യങ്ങൾക്കും എതിരായിട്ടും. ആൻഡ് അബ്സോർബ്സ് ദ ഷോക്ക് ഓഫ് ന്യൂ സെഞ്ച്വറീസ് ബാർബറിസം. എന്താ ബാർബറിസം എന്ന് പറഞ്ഞാൽ, അൺകൾച്ചേർഡ്, സംസ്കാരമില്ലായ്മ. അതിനൊക്കെ അതൊരു സംസ്കാരമില്ലാത്തൊരു ന്യൂ വേൾഡ്, അത് ഷോക്കിംഗ് ആണ് എല്ലാവർക്കും. അതിനെ അതേപോലെ തന്നെ വരച്ച് കാണിച്ചിരുന്നു ആരുടെ, വിൽഫ്രഡ് ഓവൻ്റെ കവിതകളിൽ എന്ന് പറയാണ്. ദെൻ ലേറ്റർ, പിന്നീട് ദ പ്യുവർ കോൺസിക്വൻസ് ഓഫ് എലിസബത്ത് ബിഷപ്പ് സ്റ്റൈൽ, പിന്നെ ആരും ഇഷ്ടപ്പെട്ടത്, എലിസബത്ത് ബിഷപ്പിൻ്റെ സ്റ്റൈൽ ഇഷ്ടമായിരുന്നു. മറ്റൊരു റൈറ്ററാണ്. ദ ഷിയർ ഒബ്ഡ്യൂറസി ഓഫ് റോബർട്ട് ലോവൽ, റോബർട്ട് ലോവലിന് ഇഷ്ടമായിരുന്നു. ആൻഡ് ഇൻ ദ ബെയർ ഫേസ് കോൺഫൺട്രേഷൻ ഓഫ് പാട്രിക് കാവൈൻസ്, അദ്ദേഹത്തിനെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്.
ഐ എൻകൗണ്ടേർഡ് ഫർദർ റീസൺസ് ഫോർ ബിലീവിങ് ഇൻ പോയട്രീസ് എബിലിറ്റി എന്ന് അദ്ദേഹം പറയാണ്. ഞാൻ പറയുന്നു, പല കാരണങ്ങൾ കൊണ്ട് ഞാൻ വിശ്വസിച്ചു പോയി എന്ത് കവിതയുടെ ആ ഒരു കഴിവിനെ കുറിച്ച്. അത്രയും കഴിവുള്ള ഒന്നാണ് എന്ത് പോയട്രി. അത് അങ്ങനെ ഞാൻ വിശ്വസിക്കാൻ പല കാരണങ്ങളുണ്ട് എന്ന് പറയാണ്. സോ കവിതയുടെ ശക്തി, കവിതയുടെ എബിലിറ്റി, അതിൻ്റെ കഴിവ് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഞാനത് കവിതയ്ക്ക് ഇത്രയും പോയട്രിക്ക് ഇത്രയും എബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറയാണ്. ആൻഡ് റെസ്പോൺസിബിലിറ്റി, എബിലിറ്റി കഴിവ് മാത്രമാണോ ഉള്ളത്? അല്ല, റെസ്പോൺസിബിലിറ്റി കടമ കൂടെ ഉണ്ടെന്ന് പറയണം. കാരണം കവിത എന്താ നമുക്ക് പറഞ്ഞിരുന്നത്? അണ്ടർലൈൻ ചെയ്യണം. എന്തൊക്കെയാണ് കവിത പറഞ്ഞിരുന്നത്? ടു സേ വാട്ട് ഹാപ്പൻസ്, എന്ത് സംഭവിക്കുന്നു. ടു പിറ്റി ദ പ്ലാനറ്റ്, അതൊരു പക്ഷെ നമ്മുടെ പ്ലാനറ്റിനെ മൊത്തം എന്താ പറയുക പിറ്റി ചെയ്യുന്നത്, നാണം കെടുത്ത് നല്ല സഹതാപം തോന്നുന്നതായിരിക്കാം. ടു ബി നോട്ട് കൺസേൺഡ് വിത്ത് പോയട്രി, അപ്പോൾ കവിതയുടെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. അത് നമുക്ക് ഒരേ സമയം റെസ്പോൺസിബിളായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു പിറ്റി ദ പ്ലാനറ്റ് എന്ന് പറയണം. നെക്സ്റ്റ് നോക്കിയാൽ ദീസ് ടെമ്പറമെൻ്റൽ ഡിസ്പോസിഷൻ ടുവേഴ്സ് ആൻ ആർട്ട് ദാറ്റ് വാസ് earnest and devoted to things as they are corroborated by the experience of having born and brought up in Northern Ireland. സോ ഒരു പക്ഷേ ഈ ഒരു ഇഷ്ടം കവിതയോട് തോന്നിയതും അല്ലെങ്കിൽ അതിൻ്റെ മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ലോകത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ കവിതേനെ ഉപയോഗിക്കാൻ തുടങ്ങിയതും ഒക്കെ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാവാൻ കാരണം അദ്ദേഹം ഒരു പക്ഷേ ജനിച്ചതും വളർന്നതും നോർത്തേൺ അയർലൻഡിലായതുകൊണ്ടാവാം എന്ന് പറയാണ് ഷീമസീനി. ആൻഡ് ഓഫ് ഹാവിങ് lived with the place even though I have lived out of it for the past quarter of century. പിന്നെന്താ പറയുന്നത്? നോ പ്ലേസ് ഇൻ ദ വേൾഡ് പ്രൈഡ്സ് ഇറ്റ് സെൽഫ് മോർ ഓൺ ഇറ്റ്സ് വിജിലിയൻസ് ആൻഡ് റിയലിസം. സോ ഈ ഒരു പ്ലേസിനെ കുറിച്ച് പറയുകയാണ്. വളരെ വിജിലൻ്റാണ്, റിയലിസ്റ്റിക് ആയിട്ടൊരു പ്ലേസ് ഇനിയാണ് അയർലാൻഡ്. നോ പ്ലേസ് കൺസിഡർ ഇറ്റ്സ് മോർ ക്വാളിഫൈഡ് ടു സെൻഷ്വർ എനി ഫ്ലറിഷ് ഓഫ്. ഈ ഒരു അയർലൻഡിനേക്കാൾ നന്നായിട്ട് ഒരു റിട്ടോറിക്കിന് വളരാനായിട്ട് സാധിക്കില്ല, ഒരു പോയട്രിക്കും വളരാനായിട്ട് ഈ ഒരു അയർലാൻഡിനോളം സാധിക്കില്ല എന്ന് പറയാണ്. ആൻഡ് ഫ്ലറിഷ് ഓഫ് റിട്ടോറിക് ഓർ എക്സ്ട്രാവേജൻസ് ഓഫ് ആസ്പിറേഷൻ, പ്രതീക്ഷകളും എന്ന് പറയാണ്. സോ പാർട്ട്ലി ആസ് എ റിസൾട്ട് ഓഫ് ഹാവിങ് ഇൻറ്റേർണലൈസ്ഡ്, ഇതൊക്കെ മുൻകൂട്ടി ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്തത് കൊണ്ട് ദീസ് ആറ്റിറ്റ്യൂഡ്സ്, ഈ മനോഭാവങ്ങൾ ഗ്രോയിങ് അപ്പ് വിത്ത് ദം, അത് വളർന്നുകൊണ്ടിരുന്നു എന്ന് പറയാണ്. And partly as a result of growing a skin to protect myself against them, I went for years half avoiding and half resisting the opulence and extensiveness of poets as different as. അപ്പം എന്താ ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ മനോഭാവങ്ങൾ, സോ അത് ഈ ഒരു പോയട്രിക്ക് ഇത്രയും കഴിവുണ്ട്, എബിലിറ്റി ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, സത്യമായത് അതുപോലെ തന്നെ ലോകത്തോട് പറഞ്ഞു കാണിക്കാനുള്ളൊരു ധൈര്യവും പോയട്രിക്ക് ഉണ്ട്. അപ്പം പിന്നെ ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ മനസ്സിലാവാനൊക്കെ കാരണം അദ്ദേഹം അയർലാൻഡിൽ വളർന്നുകൊണ്ടായിരിക്കാം. അയർലാൻഡിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ദെൻ സോ പാർട്ട്ലി ആസ് എ റിസൾട്ട് ഓഫ് ഹാവിങ് ഇൻറ്റേർണലൈസ്ഡ്, ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് ഈ മനോഭാവങ്ങളൊക്കെ എന്ത് ചെയ്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിനോടൊപ്പം തന്നെ വളർന്നു. ഗ്രോയിങ് അപ്പ് വിത്ത് ദം ആൻഡ് പാർട്ട്ലി ആസ് എ റിസൾട്ട് ഓഫ് ഗ്രോയിങ് എ സ്കിൻ. പിന്നെ എന്തുപോലെ വളർന്നത്? ഒരു സ്കിന്നായിട്ട്, ഒരു തൊലി പോലെ. ടു പ്രൊട്ടക്റ്റ് മൈസെൽഫ്, സ്വയം രക്ഷയ്ക്കായിട്ടൊരു തൊലി വളരുന്ന പോലെ ഇത് വളർന്നു എന്ന് പറയാണ്, സ്വയം രക്ഷയ്ക്കായിട്ട്. ഐ വെൻറ്റ് ഫോർ ഇയേഴ്സ് ഹാഫ് അവോയ്ഡിങ്, വർഷങ്ങൾ കടന്നുപോയി എന്ന് പറയാണ്. പകുതിയൊക്കെ അദ്ദേഹം അവോയ്ഡ് ചെയ്തു, പകുതിയൊക്കെ അദ്ദേഹം റെസിസ്റ്റ് ചെയ്ത് പിടിച്ചു നിന്നു. ദ ഒപ്പുലൻസ് ആൻഡ് എക്സ്റ്റെൻസീവ്നെസ് ഓഫ് പോയിറ്റ്, പല ആളുകളും പല പോയിറ്റ്സും തെറ്റായ ചെയ്യുന്ന പല പ്രവൃത്തികൾക്കെതിരെ അദ്ദേഹം സ്വയം പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നു, അദ്ദേഹം സ്വയം സംരക്ഷിച്ചു നിന്നു. അതുപോലെ തന്നെ അദ്ദേഹം അങ്ങനെ നിന്നു എന്ന് പറയാണ്, പ്രതിരോധിച്ചു നിന്നു എന്ന് പറയാണ്. ആസ് ഡിഫറെൻ്റ് ആസ് ആരൊക്കെയാണ്? വാലറ്റ് സ്റ്റീഫൻസ് ആൻഡ് റെയ്നർ മെരിയ റൈക്കി, അവരൊക്കെ എതിർത്ത ആളുകളാണ് കേട്ടോ. ക്രെഡിറ്റിംഗ് ഇൻസഫിഷ്യൻ്റ്ലി ദ ക്രിസ്റ്റലൈൻ ഇൻവേർഡ്നെസ് ഓഫ് എമിലി ഡിക്കൻസൺ, ഓസ്ദോർ ഫോർക്ക് ലൈറ്റ്നസ് ആൻഡ് ഫിഷേഴ്സ് ഓഫ് അസോസിയേഷൻ. ഇവിടെ മറ്റ് റൈറ്റേഴ്സിനെ കുറച്ച് വിമർശിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് മിസ്സിങ് ദ വിഷനറി സ്ട്രേഞ്ച്നെസ് ഓഫ് എലിയറ്റ്. എലിയറ്റിൻ്റെ പ്രത്യേകത എന്താ? വിഷനറി സ്ട്രേഞ്ച്നെസ്. ഈ ഒരു പല കാര്യങ്ങളും കൊണ്ടുവരാനായിട്ടുള്ളൊരു ധൈര്യം അന്ന് ആർക്കുണ്ടായിരുന്നില്ല, ഷീമസീനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. And these more or less positive attitude were fortified by a refusal to grant the poet any more license than any other citizen. അപ്പോൾ ഇവിടെ പോയിറ്റ്സിന് മാത്രം മറ്റൊരു പൗരനും കിട്ടാത്ത ഒരു കുറച്ച് അവകാശങ്ങൾ, ലൈസൻസ്
പോയിറ്റിനുണ്ട് എന്ന് പറയാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദേ വർ ഫർദർ ഇൻഡ്യൂസ്ഡ് ബൈ ഹാവിങ് ടു കണ്ടക്ട് വൺസെൽഫ് ആസ് എ പോയിറ്റ് ഇൻ എ സിറ്റുവേഷൻ ഓഫ് ഓൺഗോയിങ് പൊളിറ്റിക്കൽ വയലൻസിൻ്റെ സമയത്താണെങ്കിൽ പോലും. ആൻഡ് പബ്ലിക് എക്സ്പെക്റ്റേഷൻ ഇറ്റ് ഹാസ് ടു ബി സെഡ്. അണ്ടർലൈൻ ചെയ്യണം. എന്താണ് പബ്ലിക് എക്സ്പെക്റ്റേഷൻ? പബ്ലിക് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിലുള്ള ജനങ്ങളുടെ, പൊതുജനത്തിൻ്റെ പ്രതീക്ഷ. ഇറ്റ് ഹാസ് ടു ബി സെഡ് പറയുന്ന പോലെ, നോട്ട് ഓഫ് പോട്രി ആസ് സച്ച് ബട്ട് ഓഫ് പൊളിറ്റിക്കൽ പൊസിഷൻസ് വാരിയസ്ലി അപ്രൂവബിൾ ബൈ മ്യൂച്വലി ഡിസപ്രൂവിങ് ഗ്രൂപ്പ്സ്. ഒരുപാട് എതിർക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രൂവബിളായാൽ മാത്രമേ ആ പോളിസീസ് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് എന്തുള്ള പ്രാബല്യത്തിൽ വരുള്ളൂ. അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്, പൊളിറ്റിക്കൽ പ്രോബ്ലംസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് ഈ സെക്ഷനിൽ നിങ്ങൾ കൂടുതലായിട്ടും ഏത് പോയിറ്റ്സിനോടായിരുന്നു താല്പര്യം, ഷീമസീനിക്ക് അത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളതും കൂടെ പഠിക്കണം. അപ്പോൾ നോക്കിയാൽ മതി കേട്ടോ. നെക്സ്റ്റ് സെക്ഷനിലേക്ക് നോക്കുമ്പോൾ, വൺ ഓഫ് ദ മോസ്റ്റ് ഹാരോയിങ് മൂവ്മെൻറ്റ്സ് ഇൻ ദ വോൾ ഹിസ്റ്ററി ഓഫ് ഹാരോയിങ് ഓഫ് ദ ഹാർട്ട് ഇൻ നോർത്ത് അയർലാൻഡ് കെയിം. അപ്പോൾ അയർലാൻഡിലുണ്ടായ ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം, ഒരു മൊമെൻറ്റിനെ കുറിച്ച്, ഒരു നിമിഷത്തെക്കുറിച്ചിട്ട് അയർലാൻഡിലെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും ഹാരോയിങ് ആയിട്ടുള്ളൊരു നിമിഷത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണത്? വെൻ എ മിനി ബസ്, ഒരു ബസ് വരികയാണ്, ഫുൾ ഓഫ് വർക്കേഴ്സ്, മുഴുവൻ പണിക്കാരാണത്, ബീങ് ഡ്രൈവൺ ഹോം, അവർ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. 1 ജനുവരിയിൽ ഈവനിങ്, വൈകുന്നേരം, ഇൻ 1976, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1976, വാസ് ഹെൽഡ് അപ്പ് ബൈ എ ആംഡ് ആൻഡ് മാസ്ക്ഡ് മെൻ. അപ്പോൾ ഈ ഒരു വണ്ടീനെ പിടിച്ചെടുക്കാനായിട്ട് ആംഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആയുധങ്ങളൊക്കെ ആയിട്ടുള്ള, പട്ടാളക്കാരല്ല, ആയുധങ്ങളൊക്കെ ആയിട്ട്, പട്ടാളത്തിൻ്റെ പല ആയുധങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകൾ, മാസ്ക്ഡ് മെൻ, അവർ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഓക്യുപ്പൻസ് ഓഫ് ദ വാൻ, ഓക്യുപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വാനിലുണ്ടായിരുന്ന ആളുകൾ, ഓർഡേർഡ് അറ്റ് ഗൺ പോയിന്റ്, അവരോടൊക്കെ ഇറങ്ങി അവർ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. ടു ലൈൻ അപ്പ് സൈഡ് ഓഫ് ദ റോഡ്, റോഡിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ നിൽക്കാനായിട്ട് പറഞ്ഞു. തോക്ക് പിടിച്ച് അവരെ ഇറക്കി. ദെൻ വൺ ഓഫ് ദ മാസ്ക്ഡ് എക്സിക്യൂഷനേഴ്സ്, അപ്പം അതിൽ മാസ്ക് ധരിച്ച ഒരു എക്സിക്യൂഷനേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലുന്ന ഉറപ്പാണ്. അപ്പം അതിലൊരാൾ മാസ്ക് ധരിച്ച് കൊല്ലാൻ റെഡിയായി നിൽക്കുന്ന ഒരാൾ സെറ്റ് ടു ദം, ഈ വണ്ടിയിലുള്ളവരോട് പറഞ്ഞു, എനി കാത്തലിക്സ് എമോങ് യു സ്റ്റെപ്പ് ഔട്ട് ഹിയർ. എന്താണ്? കാത്തലിക്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു. കാത്തലിക്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞു. സോ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. ആസ് ഇറ്റ്സ് ഹാപ്പൻഡ്, ദിസ് പർട്ടിക്കുലർ ഗ്രൂപ്പ് വിത്ത് വൺ എക്സെപ്ഷൻ were all Protestants. ഇത് കേട്ടപ്പോൾ ഒരാൾ മാത്രം മാറി നിന്നു. അതിനർത്ഥം എന്താ? ആ ഗ്രൂപ്പിൽ ഒരാൾ മാത്രമാണ് കാത്തലിക് ഉള്ളൂ, ബാക്കി എല്ലാവരും ആരാണ്? പ്രൊട്ടസ്റ്റൻ്റ് ആണെന്ന് അർത്ഥം. സോ ദ പെർസെപ്ഷൻ മസ്റ്റ് ഹാവ് ബീൻ ദാറ്റ് ദ മാസ്ക്ഡ് മെൻ were Protestant പാരാമിലിറ്ററീസ്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇവർ വിചാരിച്ചത് ഈ വന്നിട്ടുള്ള ഗ്രൂപ്പ് എന്താണ്, കാത്തലിക്കിനെ കൊല്ലാനായിട്ട് വന്നതാണ്, ഇവർ പ്രൊട്ടസ്റ്റൻ്റ് ആണ്, ഈ പ്രൊട്ടസ്റ്റൻ്റ് ആണ് ഈ ആംഡായിട്ട് തോക്കും പിടിച്ച് വന്നിട്ടുള്ളത്. കാത്തലിക്കിനോട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ കാത്തലിക്കിനെ കൊല്ലും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും പ്രൊട്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ അങ്ങനെ നിന്നത്. ഒരാൾ മാത്രം കാത്തലിക്കാണെന്ന് പറഞ്ഞ് മാറി നിന്നു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാസ് ഇറ്റ് ഹാപ്പൻ ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് വിത്ത് വൺ എക്സെപ്ഷൻ, ഒരാൾ മാത്രമല്ലേ കാത്തലിക്കായിട്ട് മാറിയുള്ളൂ, were all Protestant. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ബാക്കി എല്ലാവരും പ്രൊട്ടസ്റ്റൻ്റ് ആണെന്നാണ് അല്ലേ. സോ ദ പെർസ്യൂംഷൻ മസ്റ്റ് ഹാവ് ബീൻ ദാറ്റ് ദ മാസ്ക്ഡ് മെൻ were Protestant paramilitaries about to carry out a tit for tat sectarian killing of the Catholic as the old man out, the one who have been presumed to be in sympathy with IRA and all its action. അപ്പോൾ വിചാരിച്ചത് ഇയാളെ മാത്രം കൊല്ലും, കാരണം എന്താ, ഇയാൾ കാത്തലിക് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇയാളെ മാത്രം കൊല്ലുമെന്നാണ് അത് വിചാരിച്ചത്. ഇറ്റ് വാസ് എ ടെറിബിൾ മൂമെൻ്റ് ഓഫ്, അപ്പോൾ ഈ മാറി നിന്ന മനുഷ്യനൊരു പ്രായമായിട്ടുള്ള മനുഷ്യനുമായിരുന്നു. അപ്പോൾ അങ്ങനെ അയാളോട് സിമ്പതി തോന്നിയിട്ട്, പക്ഷേ അയാളെ ചിലപ്പോൾ കൊല്ലാതിരിക്കാം എന്നൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രായമുള്ള മനുഷ്യന് ഭയങ്കര ടെറിബിൾ മൂമെൻ്റ് ആയിരുന്നു. കോട്ട് ബിറ്റ്വീൻ ഡ്രെഡ് ആൻഡ് വിറ്റ്നസ്, അദ്ദേഹം സാക്ഷിയായിരുന്നത് പോലെ മരിക്കും എന്നുള്ള രീതിയിൽ. ബട്ട് ഹി ഡിഡ് മേക്ക് എ മോഷൻ ടു സ്റ്റെപ്പ് ഫോർവേഡ്, പക്ഷേ അയാൾ ധൈര്യം കാട്ടി, അയാൾ മാറി നിന്നു, ഞാൻ കാത്തലിക്കാണെന്ന് പറഞ്ഞ് മാറി നിന്നു. ദെൻ ദ സ്റ്റോറി ഗോസ്, കഥ പിന്നെയും തുടരുന്നു എന്ന് പറയാണ്. ഇൻ ദാറ്റ് സ്പ്ലിറ്റ് സെക്കൻഡ് ഓഫ് ഡിസിഷൻ, രണ്ടാമത്തെ തീരുമാനം വന്നപ്പോൾ, ആൻഡ് ഇൻ റിലേറ്റീവ് കവർ ഓഫ് വിൻ്റർ ഈവനിങ് ഡാർക്ക്നെസ്, ആ ഒരു ഇരുട്ടിൽ, വിൻ്ററായിരുന്നു അന്ന്,
He felt the hand of Protestant worker next to him take his hand and squeeze it in a signal that said, "No, don't move. We will not betray you. Nobody need know what the fate of party you belong to." All in vain, however, for the man stepped out of the land, but instead of finding a gun at his temple, he was thrown backward away as the gunmen opened fire on those remaining in the line. അപ്പോൾ ഈ മാറി നിന്ന ഒരാൾ, നിങ്ങൾ കാത്തലിക്സ് ഉണ്ടെങ്കിൽ മാറി നിൽക്കാനാണ് പറഞ്ഞത്. ഒരേ ഒരാൾ മാത്രമാണ് മാറി നിന്നത്. പ്രായമുള്ള മനുഷ്യനായിരുന്നു, അയാൾക്ക് പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അയാൾ ധൈര്യത്തോടെ മാറി നിന്നു, കാരണം അയാൾ കാത്തലിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു കാത്തലിക്സിനെ കൊല്ലാനായിട്ട് ഈ ഗ്രൂപ്പ് ഓഫ് പ്രൊട്ടസ്റ്റൻ്റ് ആണ് വന്നിട്ടുള്ളതെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇയാളെ കൊല്ലും, ഈ ഒരു ഓൾഡ് മാനെ കൊല്ലുമെന്ന് നിന്നു. പക്ഷേ ഓപ്പോസിറ്റായിട്ട് നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ മാത്രം മാറ്റി ബാക്കിയുള്ളവരെ മുഴുവൻ കൊല്ലുകയാണ് ചെയ്തത്. സോ വന്നത് ശരിക്കും ആരാണ്? കാത്തലിക്സ് ആണ്. ആർക്കെതിരായിട്ടാണ് വന്നത്? പ്രൊട്ടസ്റ്റൻസ്. അതുകൊണ്ടാണ് റോമൻ കാത്തലിക് ഉണ്ടെങ്കിൽ മാറി നിൽക്കാൻ പറഞ്ഞു. അവർ മാറി നിന്നപ്പോൾ ബാക്കി പ്രൊട്ടസ്റ്റൻസിനെ ഓംനിബസിൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരെയും കൊല്ലു ചെയ്യുകയായിരുന്നു എന്ന് പറയണം. ദോസ് റിമൈനിങ് ഇൻ ദ ലൈൻ, ആ വരിയിലുണ്ടായിരുന്നത് ഫോർ ദർ വർ നോ പ്രൊട്ടസ്റ്റന്റ് ടെററിസ്റ്റ്. പക്ഷെ കാരണം എന്താ, ഇവർ വിചാരിച്ച പോലെ പ്രൊട്ടസ്റ്റൻസിൻ്റെ തീവ്രവാദികളല്ലായിരുന്നു, ബട്ട് മെമ്പേഴ്സ് ഓഫ് പ്രൊഫഷണൽ IRA, റോമൻ കാത്തലിക്സിൻ്റെ ആളുകളായിരുന്നു എന്ന് പറയാണ്. IRA. അപ്പോൾ ആ ഒരു ഒംനിബസിൻ്റെ സംഭവമാണ് നെക്സ്റ്റ് സെക്ഷൻ കേട്ടോ. ഇനി അടുത്തത് എന്താ പറയുന്നത്? വെൻ ദ ബാർഡ് ഡെമോഡുക്കസ് സിങ്സ് ഓഫ് ഫോൾ ഓഫ് ട്രോയ് ആൻഡ് ഓഫ് സ്ലോട്ടർ. ഇവിടെ ഒരു ബാർഡ്, ഒരു കവിതേനെ കുറിച്ചാണ് പറയുന്നത്. ബാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, കവിതകളൊക്കെ എഴുതുന്ന ഒരാൾ പോലത്തെ. ഡെമോഡോക്കസ് പേര് പഠിക്കുക. എന്തിനെ കുറിച്ചാണ് പാടുന്നത്? ഫോൾ ഓഫ് ട്രോയ്, ട്രോയ് എന്ന് പറഞ്ഞ ഒരു സാമ്രാജ്യത്തിൻ്റെ വീഴ്ച. ആൻഡ് ഓഫ് സ്ലോട്ടർ, കൊലപാതകങ്ങൾ. ദാറ്റ് എക്കമ്പനീഡ് ഇറ്റ്, കൂട്ട കൊലപാതകങ്ങൾ, അതുമായി ബന്ധപ്പെട്ടത്. ആ സമയത്ത് എന്താ ഉണ്ടായത്? ഒഡീസിയസ് വീപ്സ്, ഒഡീസിയസ് ആയിരുന്നു അവിടുത്തെ രാജാവ് അല്ലേ, ട്രോയിലെ. ഒഡീസിയസ് കരഞ്ഞു എന്ന് പറയാണ്. ആൻഡ് ഹോമർ ആരാ? ഒഡീസിയസ് എഴുതിയ ആൾ അല്ലേ. അപ്പോൾ ഹോമർ പറയാണ് ഹിസ് ടീയേഴ്സ് വേർ, അതായത് ഹിസ് ടീയേഴ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ കണ്ണുനീര്? ഒഡീസസിൻ്റെ കണ്ണുനീര്. വേർ ലൈക്ക് ദ ടീയേഴ്സ് ഓഫ് എ വൈഫ്, ഒരു ഭാര്യയുടെ കണ്ണുനീര് പോലെയായിരുന്നു എന്ന് പറയാണ്. ഓൺ എ ബാറ്റിൽ ഫീൽഡ് വീപ്പിംഗ് ഫോർ ദ ഡെത്ത് ഓഫ് ഫോളൻ ഹസ്ബൻഡ്. സോ വളരെ രസകരമായിട്ടുള്ളൊരു കമ്പാരിസൺ. രസകരം എന്ന് പറയാൻ പറ്റില്ല, വേദനിപ്പിക്കുന്നതാണ്. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമ്പാരിസൺ ആണ് അതെന്ന് പറയണം. എന്താ അവിടെ നടക്കുന്ന ഒന്നും കൂടെ ഞാൻ പറയാം. വെൻ ദ ബാർഡ് ഡെമോഡക്കസ്, ബാർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു കവിതകൾ ഇങ്ങനെ നാട്ടിൽ മൊത്തം ഇങ്ങനെ പാടി നടക്കുന്ന ആളുകളുണ്ടാവും, പണ്ടത്തെ പുരാണ കഥകൾ. അങ്ങനെയുള്ളവരെയാണ് ബാർഡ് എന്ന് പറയുക. അങ്ങനെയുള്ള ഒരു ബാർഡിൻ്റെ പേരെന്താ? ഡെമോഡോക്കസ്. ഇവിടെ പാടി നടക്കുന്ന ഒരു പാട്ട് എന്തിനെക്കുറിച്ചാണ്? ടോയ് സാമ്രാജ്യത്തിൻ്റെ വീഴ്ചയെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ചും ഡെമോഡോക്കസ് പാടി നടക്കുമ്പോൾ അതിലെന്താ നമുക്ക് കേൾക്കുന്നത്? ഒഡീസസ് കരയുന്നതാണ്. ഇവിടെ ഹോമർ ഒഡീസിസിൻ്റെ കണ്ണുനീരിനെ താരതമ്യം ചെയ്യുന്നത് ഒരു യുദ്ധഭൂമിയിലൊരു ഭർത്താവ് മരിച്ചു വീഴുമ്പോൾ ഉള്ള ഭാര്യയുടെ കണ്ണുനീരുമായിട്ടാണ് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിമിലിയാണ്. ഹിസ് എപ്പിക് സിമിലി എന്ന് പറയുന്നു. അത് കണ്ടിന്യൂസ്, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്ന് പറയാണ്. നോക്കിയേ, അറ്റ് ദ സൈറ്റ് ഓഫ് മാൻ പാൻഡിങ് ആൻഡ് ഡൈയിങ് ദർ, ഒരു കാഴ്ചയാണ്. കാഴ്ചയിൽ എന്താ സംഭവിക്കുന്നത്? ഓഫ് ദ മാൻ എന്നോട് ഉദ്ദേശിക്കുന്നത് ഒരു ഭാര്യയുടെ ഭർത്താവിനെയാണ്, ഹസ്ബൻഡിനെയാണ്. അപ്പോൾ ഹസ്ബൻഡ് പാൻഡിങ് ആൻഡ് ഡൈയിങ് ദർ, ഭർത്താവ് മരിച്ച് യുദ്ധഭൂമിയിൽ വീഴുന്ന ആ കാഴ്ച കണ്ട ഭാര്യ. ഷീ എന്ന് പറഞ്ഞാൽ ആരാ? വൈഫ്, ഭാര്യ. സ്ലിപ്സ് ഡൗൺ ടു എൻഫോൾഡ് ഹിം, അവൾ വീഴുവാണ് അവനെ പിടിക്കാനായിട്ട്. ക്രൈയിങ് ഔട്ട്, അലറിക്കരയുന്നു. ദെൻ ഫീൽസ് ദ സ്പിയേഴ്സ്, അപ്പോൾ അവൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഇങ്ങനെ കുന്തത്തിൻ്റെ മുനകൾ അതൊക്കെ അവളുടെ മേത്ത് ഇങ്ങനെ വന്ന്, യുദ്ധഭൂമിയാണല്ലോ, വരുന്നുണ്ട് കുന്തത്തിൻ്റെ. പ്രോഡിങ് ഹെർ ബാക്ക്, അവളുടെ ബാക്കിൽ വന്ന് തറയ്ക്കുന്നുണ്ട്. ആൻഡ് ഷോൾഡേഴ്സ്, ചുമലിലും. ആൻഡ് ഗോസ് ബൗണ്ട് ഇൻ ടു സ്ലാവറി ആൻഡ് ഗ്രീഫ്, അവൾക്ക് മനസ്സിലായി ഞാൻ പോകുന്നത് അടിമത്തത്തിലേക്കാണ്, അവളെ അടിമയായിട്ട് കൊണ്ടുപോകും അല്ലേ. ആൻഡ് ഗ്രീഫ്, വിഷമം. പിറ്റിയസ് വീപ്പിംഗ്, നമുക്ക് സഹതാപം തോന്നുന്ന കണ്ണുനീരാണ് അവളുടെ. വിയേഴ്സ് എവേ ഹെർ ചീക്ക്, അവളുടെ ചീക്കിലൂടെ. ബട്ട് മോർ പിറ്റിയസ് ദാൻ ഒഡീസിയസ് ടിയർ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഒഡീസിയസിൻ്റെ കണ്ണുനീരിനേക്കാളും വിഷമം തോന്നും. ക്ലോക്സ് ഡേ വേർ, എന്താ ഇവിടെ പറയുന്നത്?
ബട്ട് നോ മോർ പിറ്റിയസ് ദാൻ ഒഡീസിയസ് തിയേഴ്സ്. അപ്പോൾ സിമിലിയായിട്ട് കമ്പയർ ചെയ്യാണ്. ഇവിടെ ആരുടെ കണ്ണുനീര് പോലെ തന്നെയാണെന്നാ പറയുന്നത്, ഒഡീസിയസിൻ്റെ കണ്ണുനീര്. ഒഡീസിയസ് കരയാൻ കാരണം എന്താണ്? അപ്പോൾ ഏതാണ് കൂടുതൽ, ഒഡീസിയസിൻ്റെ കണ്ണുനീരാണോ ഭാര്യയുടെ കണ്ണുനീരാണോ? രണ്ടും ഈക്വലി വിഷമം ഉണ്ടാക്കുന്നതാണ് അല്ലേ. അതുകൊണ്ടാണ് ബട്ട് നോ മോർ പിറ്റിയസ് ദാൻ ഒഡീസിയസ് തിയേഴ്സ്. ഒഡീസിയസിൻ്റെ കണ്ണുനീരിനേക്കാളും വിഷമുണ്ടാക്കുന്നതല്ല. അതിനകത്ത് എന്താ, രണ്ടും ഒരേപോലെയാണെന്ന് ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. ഇവിടെ ട്രോയ് സാമ്രാജ്യം നഷ്ടപ്പെട്ട ഒഡീസിയസിൻ്റെ കണ്ണുനീരിനോട് യുദ്ധഭൂമിയിൽ ഒരു ഭർത്താവ് മരിച്ച ഭാര്യയുടെ കണ്ണുനീരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് കേട്ടോ. ഒഡീസിയസിന് രാജ്യം മാത്രമല്ല, രാജ്യത്ത് ഒരുപാട് പേര് മരിച്ചു. അതുകൊണ്ടും ആണ് ഒഡീസിയസ് കരയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, ഈവൻ ടുഡേ, ഇന്നും 3000 ഇയേഴ്സ് ലേറ്റർ, 3000 വർഷങ്ങൾക്ക് ശേഷവും, ആസ് വി ചാനൽ സർഫ് ഓവർ സോ മച്ച് ലൈക്ക് കവറേജ് ഓഫ് കണ്ടംപററി സാവേജറി. ഇന്നും എന്താണ്, അടിമത്തമുണ്ട് അല്ലെങ്കിൽ സാവേജറി, ഒരുതരം സാവേജുകൾ, മൃഗങ്ങളെ പോലെയുള്ള രീതികളാണ് ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാണ്. ഹൈലി ഇൻഫോംഡ് ബട്ട് നെവേർത്ത്ലെസ് ഇൻ റേഞ്ചിങ് ഓഫ് ഗ്രോയിങ് ഇമ്മ്യൂൺ. ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന മോശം കാര്യങ്ങളുണ്ട്. ഫെമിലിയർ ടു ദ പോയിന്റ് ഓഫ് ഓവർ ഫെമിലിയാരിറ്റി വിത്ത് ഓൾ ദ ന്യൂ റീൽസ് ഓഫ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. ഇന്ന് യുദ്ധങ്ങളുണ്ട്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളുണ്ട്, ഗുലാഗുകളുണ്ട് എന്ന് പറയുകയാണ്. ഇന്നും അതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നും ഷിമസീനി പറയുന്നു. ഹോമേഴ്സ് ഇമേജ് ക്യാൻ സ്റ്റിൽ ബ്രിങ് അസ് ടു അവർ സെൻസസ്. പക്ഷെ എന്നാലും നമ്മുടെ കണ്ണുകളിലേക്കും ചെവികളിലേക്കും വരുന്ന ഒരു ചിത്രമാണ് ഹോമറിൻ്റെ ഒഡീസിയസിലുള്ള ഒഡീസിയസിൻ്റെ കരച്ചിലും ആ കണ്ണുനീരും എന്ന് പറയാണ്. ദ കലോസ്നെസ് ഓഫ് ദി സ്പിയർ സ്റ്റാബ്സ് ഓൺ ദ വുമൻസ് ബാക്ക്. അപ്പോൾ ഭാര്യ യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന ഭർത്താവിനെ താങ്ങി കരയുന്നൊരു ഭാര്യ, അവളുടെ ദേഹത്തേക്ക് എന്ത് വീഴുന്നു, സ്പിയറിൻ്റെ, കുന്തത്തിൻ്റെ ആ എറ്റമൊക്കെ തെട്ടുന്നു. ആൻഡ് ഷോൾഡേഴ്സ്, അവളുടെ ബാക്കിലേക്കും ചുമലിലേക്കും. സർവൈവ്സ് ടൈം, സമയം പിടിക്കും, അത് സർവൈവ് ചെയ്യും, അവൾ അതും മറികടക്കുമെന്ന് പറയാണ്. ആൻഡ് ട്രാൻസ്ലേഷൻ, ദ ഇമേജ് ഹാസ് ദ ഡോക്യുമെൻ്ററി ആഡ്വക്കസി. ആ ഒരു ചിത്രത്തിന് ഒരു രേഖ പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുക ഭാര്യയുടെ ഇമേജ് എന്ന് പറയാണ്, ഒരു ഡോക്യുമെൻ്ററി ആയിട്ട്. വിച്ച് ആൻസേഴ്സ് ഓൾ ദാറ്റ് വി നോ അബൌട്ട് ദ ഇൻടോളറബിൾ. പക്ഷെ നമുക്ക് ഇൻടോളറബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അല്ലേ, സഹിഷ്ണുതയില്ലാത്തത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആ ഒരു വുമൻ്റെ, ആ ഒരു ഭാര്യയുടെ ഇമേജ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഡോക്യുമെൻ്ററിക്ക് പോലും നമുക്ക് ആ രീതിയിൽ പോലും സൂക്ഷിക്കാൻ പറ്റുമെന്ന് പറയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, ബട്ട് ദർ ഇസ് അനദർ കൈൻഡ് ഓഫ് ആഡ്വക്കസി വിച്ച് ഈസ് സ്പെസിഫിക് ടു ലിറിക് പോയട്രി. ലിറിക് പോയട്രി എന്ന് പറഞ്ഞാൽ എന്താ, വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്ന പോയട്രിയാണ് ലിറിക് പോയട്രി. ആ ലിറിക് പോയട്രിക്ക് ഇല്ലാത്ത ഒരു ആഡ്വക്കസി ഉണ്ട്. എന്താണത്? This has to do with the tremble inside out hearing, which passage of poem calls into being. It is adequacy deriving from the Mandelstam called the steadfastness of speech articulation from the resolution and independence. സോ ആഡ്വക്കസി കവിതയുടെ മറ്റൊരു ലിറിക് പോയട്രിയുടെ മറ്റൊരു ഗുണത്തെക്കുറിച്ച്, കഴിവിനെക്കുറിച്ച്, ആഡ്വക്കസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണത്? ഇറ്റ് ഹാസ് ആൻ ആഡ്വക്കസി, കഴിവുണ്ട്. ഡിറൈവ് ഫ്രം ദ മാൻഡൽസ്റ്റാം, അതൊരു മാൻഡൽസ്റ്റാമിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. എന്താ മാൻഡൽസ്റ്റാം? ദ സ്റ്റെഡ് ഫാസ്റ്റ്നെസ് ഓഫ് ദ സ്പീച്ച് ആർട്ടിക്കുലേഷൻ. അത് പറയുന്ന സ്പീച്ച് ആർട്ടിക്കുലേഷൻ്റെ ഫാസ്റ്റ്നെസ് ഫ്രം ദ റീസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. അത് റീസൊല്യൂഷനും ഇൻഡിപെൻഡൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. വിച്ച് ദ എൻറ്റയർലി റിയലൈസ്ഡ് പോയം സ്പോൺസേഴ്സ്. ഇതിനെയാണ് പോയം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇറ്റ് ഹാസ് മച്ച് ടു ഡു വിത്ത് ദ എനർജി. ഇപ്പോൾ പോയത്തിന് എനർജി ഉണ്ട്. റിലീസ്ഡ് ബൈ ലിംഗ്വിസ്റ്റിക് ഫിഷൻ, ഭാഷ നൽകുന്നൊരു എനർജി. ആൻഡ് ഫ്യൂഷനുണ്ട് അവിടെ. വിത്ത് ദ ബയോഗൻസി ജനറേറ്റഡ് ബൈ ദ കാഡൻസ് ആൻഡ് ദ ടോൺ ആൻഡ് ദ റൈം ആൻഡ് ദ സ്റ്റാൻസ. കാരണം കവിതയിൽ എന്തൊക്കെയുണ്ട്, ടോണ്, റൈം, അതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നൽകുന്നൊരു പവർ എന്തിനുണ്ട്, നമ്മുടെ കവിതയ്ക്കുണ്ട് എന്ന് പറയണം. ആസ് ഇറ്റ് ഹാസ് ടു ഡു വിത്ത് ദ പോയംസ് കൺസേൺ ഓഫ് ദ പോയറ്റ് ട്രൂത്ത്ഫുൾനെസ്. അത് പോയിറ്റിൻ്റെ സത്യസന്ധതയെ കൂടെ നമുക്ക് കൺസേൺ ചെയ്താണ് ആ പോയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശക്തമാണെന്ന് പറയണം. ഇൻഫാക്റ്റ് സത്യത്തിൽ ഇൻ ലിറിക് പോയട്രി, ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലിറിക് പോയട്രിയിൽ എന്താ, ലിറിക് പോയട്രി എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ കവിതയിൽ ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത ബിക്കംസ് എന്താവുന്നു, റെക്കഗ്നൈസബിൾ, തിരിച്ചറിയുന്നു. ആസ് എ റിംഗ് ഓഫ് ട്രൂത്ത്, ഒരു സത്യത്തിൻ്റെ ഒരു റിങ് പോലെ, വളയം പോലെ, വിത്തിൻ ദ മീഡിയം ഇറ്റ്സെൽഫ്, അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
And this is the unappeasable pursuit of the knot and not turned to its most extreme in ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് എമിലി ഡിക്കിൻസൺ, പോൾ സെലാൻ്റെ വർക്കുകളിലൊക്കെയാണ്. ജോൺ കീറ്റ്സിൻ്റെ ഒക്കെ വർക്കുകൾ ഇത് കാണാൻ പറ്റും എന്ന് പറയാം. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ഇസ് എ വേ ഓഫ് സെയിങ് ദാറ്റ് ഐ ഹാവ് നെവർ ക്വൈറ്റ് ക്ലൈംബ് ഡൗൺ ഫ്രം ദ ആംസ് ഓഫ് ദാറ്റ് സോഫ. അപ്പോൾ ആ കുട്ടിക്കാലത്ത് ഓർമ്മയാണ് ആ സോഫയിൽ വിച്ച് ഈസ് എ വേ ഓഫ് സെയിങ് ദാറ്റ് ഐ ഹാവ് നെവർ quite climbed down the arm of that sofa. I may have grown more attentive to the news and അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്തെ വീണ്ടും ഓർമ്മകൾ പറയുകയാണ് അദ്ദേഹം. ആൾ കൂടുതൽ ന്യൂസുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, കുറച്ചായിട്ട് വളരുമ്പോൾ ആൻഡ് മോർ അലൈവ് കുറച്ചും കൂടെ ശ്രദ്ധിക്കുകയാണ് ടു ദ വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടെ ലോകത്തിൻ്റെ ചരിത്രം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയാണ്. ആൻഡ് വേൾഡ് സോറോ ബിഹൈൻഡ് ഇറ്റ്, യുദ്ധത്തിന് പിന്നിലുള്ള ആ ഒരു ലോകത്തിൻ്റെ വിഷമവും മനസ്സിലായി. But the thing uttered by the speaker I strain toward it's still not quite the story of what is going on. It is more reflexive than that. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത് കുറച്ചും കൂടെ റിഫ്ലക്സീവ് ആണെന്ന് പറയാണ്. ബിക്കോസ് ആസ് എ പോയിറ്റ്, ഒരു കവി എന്ന നിലയ്ക്ക് ഐ ആം ഇൻ ഫാക്ട് സ്ട്രെയിനിങ് ടുവേർഡ്സ് എ സ്ട്രെയിൻ തന്നെയാണ്, പിന്നെയും സ്ട്രെയിനിലേക്ക് പോകുന്നു. സീക്കിങ് റെസ്പോൺസ് ഇൻ ദ സ്റ്റെബിലിറ്റി, കാരണം ഒരു കവിക്ക് എന്ത് വേണം, ഒരു സ്റ്റെബിലിറ്റി വേണം. ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഉറച്ച നിൽക്കാനുള്ള ഒരു ഇത് വേണം. കൺഫേംഡ് ബൈ എ മ്യൂസിക്കലി സാറ്റിസ്ഫൈയിങ് ഓർഡർ ഓഫ് സൗണ്ട്സ് ആസ് ഇഫ് ദ റിപ്പിൾ അറ്റ് ഇറ്റ്സ് വൈഡസ്റ്റ് ഡിസയർ ടു ബി വെരിഫൈഡ് ബൈ എ റീഫോർമേഷൻ ഓഫ് ഇറ്റ് സെൽഫ് ടു ബി ഡ്രോൺ ഇൻ ആൻഡ് ഡ്രോൺ ഔട്ട് ത്രൂ ഇറ്റ്സ് എ പോയിന്റ് ഓഫ് ഒറിജിൻ. അടുത്തെന്താ പറയുന്നത്, ഐ ഓൾസോ സ്ട്രെയിൻ ടുവേർഡ്സ് ദിസ് ഇൻ പോയട്രി. എനിക്കും തോന്നിയിട്ടുണ്ട് പോയട്രിയുമായി ബന്ധപ്പെട്ട് സ്ട്രെയിനിനെ കുറിച്ച്. ഐ റെഡ്, ഞാൻ വായിച്ചപ്പോൾ, ആൻഡ് ഐ ഫൈൻഡ് ഇറ്റ്, ഞാൻ കണ്ടെത്തി. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണമായിട്ട്, ഇൻ ദ റിപ്പീറ്റേഷൻ ഓഫ് ദാറ്റ് റീഫ്രെയിൻ ഓഫ് ഈറ്റ്സ്. ഉദാഹരണം പറയുന്നത് ഈറ്റ്സിൻ്റെ ആ ഒരു റിപ്പീറ്റേഷനിലാണ്. റിപ്പീറ്റേഷൻ എന്തെന്ന് പറയുന്നു, റീഫ്രെയിൻ എന്ന് പറയുന്നു. എന്താണ് അതിൽ, കം ബിൽഡ് ഇൻ ദ എംപ്റ്റി ഹൗസ് ഓഫ് ദ സ്റ്റെയർ. അതാൾ പിന്നെ റീഫ്രെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആര്, WB ഈറ്റ്സ് എന്ന് പറയാണ്. വിത്ത് ഇറ്റ്സ് ടോൺ ഓഫ് സപ്ലിക്കേഷൻ, ഇറ്റ്സ് പിവോട്ട് ഓഫ് സ്ട്രെങ്ത് ഇൻ ദ വേൾഡ്സ് ബിൽഡ് ആൻഡ് ഹൗസ് ആൻഡ് ഇറ്റ്സ് എക്നോളജ്മെൻറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഇൻ ദ വേൾഡ് എംറ്റി ആണെന്ന് പിന്നെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പോയിറ്റിൻ്റെ എന്താണ്, സ്ട്രെസ്സാണ് കാണിക്കുന്നത് എന്ന് പറയാണ്. ഐ ഫൈൻഡ് ഇറ്റ് ഓൾസോ ഇൻ ദ ട്രയാങ്കിൾ ഓഫ് ഫോഴ്സസ് ഹെൽഡ് ഇൻ ഇക്വിലിബ്രിയം ബൈ ദ triple rhyme of fantasies and enmities and honeybees and in the sheer in placeness of the whole poem as given by the within the language. അപ്പോൾ പോയിറ്റിൻ്റെ കുറച്ച് സ്ട്രെസ്സസ് പിന്നെ എടുത്ത് പറയുന്നത് റിപ്പീറ്റേഷനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പോയറ്റിക് ഫോം ഈസ് ബോത്ത് ദ ഷിപ്പ് ആൻഡ് ദ ആങ്കർ. ചുരുക്കി പറഞ്ഞാൽ പോയറ്റിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താ, ഷിപ്പുമാണ്, അതായത് ഒരു ഷിപ്പുമാണ്, അതുപോലെ തന്നെ എന്താണ്, ആങ്കറുമാണ് എന്ന് പറയാണ്. It is at once a buoyancy and steadying, allowing for the simultaneous gratification of whatever is centrifugal and whatever is centripetal. അത് നടുവുമാണ്, അല്ലെങ്കിൽ അതിന് ചുറ്റും കറങ്ങുന്നതുമാണ് എന്ന് പറയണം. ഇൻ മൈൻഡ് ആൻഡ് ബോഡി, മനസ്സിനും ശരീരത്തിനും. ഓക്കെ, and it is by such means that each work does what the necessary poetry always does, which is to touch the base of our sympathetic nature while taking. അപ്പോൾ അതുതന്നെയാണ് ആരുടെ കവിതകളുടെ പ്രത്യേകത എന്ന് പറയുന്നു, ഇവിടെ ഈറ്റ്സിൻ്റെ വർക്കുകളുടെ പ്രത്യേകത എന്ന് പറയാണ്. കാരണം എന്താ, ഈറ്റ്സ് വർക്ക് ഡസ് ദ വോട്ട് ദ നെസസറി പോയട്രി ഓൾവേസ് ഡസ്. ഒരു ആവശ്യമുള്ള കവിത ചെയ്തിരുന്ന കാര്യങ്ങളാണ് എപ്പോഴും WB ഈറ്റ്സിൻ്റെ കവിതകൾ കാണാൻ പറ്റിയിരുന്നത്. എന്തായിരുന്നു അത്, വിച്ച് ഈസ് ടു ടച്ച് ദ ബേസ് ഓഫ് അവർ സിമ്പത്തറ്റിക് നേച്ചർ. നമ്മുടെ അനുകമ്പേരൊക്കെ ഒരു സ്വഭാവമുണ്ട്, അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും അടിത്തറേനെ ആ കവിതകൾ, ഈറ്റ്സിൻ്റെ കവിതകൾ തൊടാറുണ്ട് അല്ലെങ്കിൽ ടച്ച് ചെയ്യാറുണ്ട് എന്ന് പറയാണ്. വൈൽ ടേക്കിംഗ് ഇൻ അറ്റ് ദ സെയിം ടൈം ദ അൺസിമ്പത്തറ്റിക് നേച്ചർ ഓഫ് ദ വേൾഡ്. അതോടൊപ്പം തന്നെ എന്താ, ലോകത്തിന് സിമ്പതിയൊന്നുമില്ല, നമ്മുടെ ലോകത്തിൽ അൺസിമ്പത്തറ്റിക്കായി മാറുന്നു, നേച്ചറായിട്ട് മാറുന്നു, ആരോടും ഒരു അനുകമ്പയില്ലാത്ത സ്വഭാവമായിട്ട് ലോകത്തിൻ്റെ മാറുന്നു എന്നതും ആരുടെ കവിതകൾ പറയാറുണ്ട്, ഈറ്റ്സിൻ്റെ കവിതകൾ പറയാറുണ്ട് എന്ന് അതാണ് പറയണത്. ഇമ്പോർട്ടൻ്റ് ആണ് ലൈൻ. ആൻഡ് ഇറ്റ് ഈസ് ബൈ സച്ച് മീൻസ് ദാറ്റ് ദ ഈറ്റ്സ് വർക്ക്, ഈറ്റ്സിൻ്റെ കവിതകൾ ഡസ് വാട്ട് ദ നെസസറി പോയിറ്റ് ഓൾവേസ്. ഒരു ആവശ്യമുള്ള കവിത ചെയ്യുന്ന കാര്യം ഈറ്റ്സിൻ്റെ പോയിട്രി ചെയ്യാറുണ്ട്. അതേതാ,
വിച്ച് ഈസ് ടു ടച്ച് ദ ബേസ്. ഓക്കെ, അപ്പോൾ ഒരു കവിതയിലെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു സിമ്പത്തറ്റിക് നേച്ചർ ഉണ്ട് ഒരു സിമ്പത്തറ്റിക് നേച്ചറിനെ എപ്പോഴും ടച്ച് ചെയ്യണം എന്ന് പറയാണ്. കീറ്റ്സിൻ്റെ കവിതകൾ തീർച്ചയായിട്ടും ടച്ച് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ വേൾഡിൻ്റെ അൺസിമ്പത്തറ്റിക് നേച്ചറും അത് കാണിച്ചു തരുമായിരുന്നു. ടു വിച്ച് ദ നേച്ചർ ഈസ് കോൺസ്റ്റൻ്റ്ലി എക്സ്പോസ്ഡ്. അടുത്ത് നോക്കിയേ, അടുത്ത ആ പാരഗ്രാഫ് തൊട്ട് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ ഫോം ഓഫ് ദ പോവം, അതായത് പോവത്തിൻ്റെ രൂപം, ഇൻ അതർ വേർഡ്സ്, വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഈസ് ക്രൂഷ്യൽ ടു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പോയട്രീസ് പവർ, കവിതയുടെ പവറിന് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ രൂപം, ഫോം. ടു ഡു ദ തിങ് വിച്ച് ഓൾവേസ് ഈസ് ആൻഡ് ഓൾവേസ് വിൽ ബി ഓഫ് പോയട്രീസ് ക്രെഡിറ്റ്. ഇതൊക്കെ ആരുടെ ക്രെഡിറ്റാണ്? പോയട്രിയുടെ ക്രെഡിറ്റ് തന്നെയാണ്. ടു ഡു ദ തിങ്, ആ കാര്യം ചെയ്യുന്നത്, വിച്ച് ഓൾവേസ് ഈസ്, അതങ്ങനെയായിരുന്നു, ആൻഡ് ഓൾവേസ് വിൽ ബി, അങ്ങനെയായിരിക്കും, ടു പോയട്രീസ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഫോമിനെ കുറിച്ച്. എന്താണ് അതിൻ്റെ പ്രത്യേകത? പോയട്രിയുടെ ക്രെഡിറ്റ് എന്താ? ദ പവർ, അതിന് ശക്തി ഉണ്ടായിരുന്നു. എന്ത്? ടു പെർസ്വേഡ് ചെയ്യാൻ, അതായത് ഇങ്ങനെ പെർസ്വേഷൻ നടത്താൻ, ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ. ദാറ്റ് വൾണറബിൾ പാർട്ട് ഓഫ് അവർ കോൺഷ്യസ്നെസ് ഓഫ് ഇറ്റ്സ് റൈറ്റ്നെസ്. ഇപ്പോൾ മനുഷ്യൻ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോൾ അവനെ ശരിയായ കാര്യം പറഞ്ഞു കൊടുത്ത് പ്രേരിപ്പിക്കാനുള്ള ഒരു ശക്തി ആർക്കുണ്ടായിരുന്നു? പോയട്രിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയണം. ദ പവർ ടു പെർസ്വേഡ്, പ്രേരിപ്പിക്കാൻ. ദാറ്റ് വൾണറബിൾ പാർട്ട് ഓഫ് അവർ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധതലത്തെ, ഓഫ് ഇറ്റ്സ് റൈറ്റ്നെസ്, ശരിയായ കാര്യങ്ങൾ, ഇൻസ്പൈറ്റ് ഓഫ് ദി എവിഡൻസ് ഓഫ് റോങ്നെസ് ഓൾ അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റും, ഒരു കാര്യത്തിന് ചുറ്റും മൊത്തമായ തെറ്റായ കാര്യങ്ങളുടെ തെളിവുകളാണെങ്കിൽ പോലും ഒരു മനുഷ്യൻ്റെ ബോധതലത്തിൽ റൈറ്റ്നെസ്, ശരിയായ കാര്യങ്ങൾ കൊണ്ടുവരാനും അവനതിനെ പ്രേരിപ്പിക്കാനുമുള്ള ഒരു കഴിവ് പോയട്രിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. പിന്നെയോ ദ പവർ, പിന്നെന്താ? ശക്തി ഉണ്ടായിരുന്നു. ടു റിമൈൻഡസ്, നമ്മൾ പിന്നെയും ഓർമ്മിപ്പിക്കാൻ. എന്താ ഓർമ്മിപ്പിക്കുന്നത്? ദാറ്റ് വി ആർ ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് ഓഫ് വാല്യൂസ്. നമ്മളാരാണ്? നമ്മൾ തന്നെയാണ് ഹണ്ടറുകൾ, പിടിച്ചെടുക്കേണ്ടതും പിന്നെ സൂക്ഷിക്കേണ്ടതും. എന്തിനെയാണ്? മൃഗങ്ങളെയാണോ? അല്ല, നമ്മൾ പിടിച്ചെടുക്കേണ്ടതും നമ്മൾ സൂക്ഷിക്കേണ്ടതും നമ്മൾ പരിപാലിക്കേണ്ടതും എന്താണ്? വാല്യൂസ്, മൂല്യങ്ങളെയാണ്. അത് മനസ്സിലാക്കി തരാനും അത് ഓർമ്മപ്പെടുത്താനുമുള്ള കഴിവും ആർക്കുണ്ടായിരുന്നു? പോയട്രിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ദാറ്റ് അവർ വെരി സോളിറ്റ്യൂഡ്സ്, നമ്മുടെ ഓരോ അതും, സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്നുള്ള അർത്ഥം, നമ്മൾ ഓരോരുത്തരും. ആൻഡ് സോളിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഏകാന്തത, ഒറ്റയ്ക്കുള്ള അവസ്ഥ. ദാറ്റ് അവർ വെരി സോളിറ്റ്യൂഡ്സ്, നമ്മൾ ഒറ്റയ്ക്കാവുന്ന അവസ്ഥ. ആൻഡ് ഡിസ്ട്രസ്സസ്, നമ്മുടെ വിഷമങ്ങൾ, ആർ ക്രെഡിറ്റബിൾ ഇൻ സോ ഫാർ ആസ് ദേ ടു ആർ ആൻ ഏർണസ്റ്റ് ഫോർ അവർ വെരിറ്റബിൾ ഹ്യൂമൻ ബീയിങ്. സോ നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത്, നമ്മളെ നിരാശപ്പെടുത്തുന്ന സമയത്ത്, നിരാശനായിട്ടിരിക്കുന്ന സമയത്ത് ഒക്കെ നമ്മളെ സഹായിക്കുന്നത് എന്തുതന്നെയാണ്? ഈ കവിത, പോയട്രിയാണെന്ന് പറയാണ്. ഇൻ സോ ഫാർ ആസ് ദേ ടു, അതും അങ്ങനെയായിരുന്നു. ആസ് ഏർണസ്റ്റ്, നമുക്ക് വിശ്വസിക്കാം കവിതേനെ. ഓഫ് അവർ വെരിറ്റബിൾ ഹ്യൂമൻ ബീയിങ്, മനുഷ്യന് വിശ്വസിക്കാവുന്ന ഒന്നും ആയിരുന്നു എന്ത്? കവിത. സോ ഇതൊക്കെ എന്തിൻ്റെ ക്രെഡിറ്റാണ്? പോയട്രിന്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കവിതയിൽ മൊത്തം കവിതേനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ഷീമസീനി. എല്ലാം കവിതയുമായി ബന്ധപ്പെട്ട, പോയട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ക്രെഡിറ്റിംഗ് പോയട്രി എന്ന പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ സെൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.